ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2026 തുടങ്ങുവാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ടീം മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ്. നമുക്കറിയാം, മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ടീം IPL തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തന്നെ 5 കിരീടം ചൂടിയിട്ടുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. 2013, 15, 17, 19, 20 വർഷങ്ങളിൽ ചാമ്പ്യന്മാരായ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഈ വർഷവും വളരെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് അണിനിരത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെയുള്ള രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ വിദേശ താരങ്ങളായിട്ട് ക്വിൻ്റൻ ഡി കോക്ക്, റിയാൻ റിക്കട്ടൻ, വിൽ ജാക്സ്, മാച്ച് സാന്നർ, മിച്ചൽ സാന്നർ, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ, ട്രെൻറ്റ് ബോൾട്ട്, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെയും ഉൾക്കൊള്ളിക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ IPL കിരീടം ആര് ചൂടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് മുംബൈ ആണെന്നുള്ളത്. കാരണം അത്ര നല്ലൊരു സ്റ്റാർ ഡെത്തായിട്ടുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മത്സരത്തിൽ അവരുടെ പ്ലേയിങ് 11 നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്വിൻ്റൻ ഡി കോക്കും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാൻ സാധ്യത. റിയാൻ റിക്കൾട്ടൺ എന്ന് പറഞ്ഞൊരു സൗത്ത് ആഫ്രിക്കയുടെ പ്ലെയർ അവിടെ ഉണ്ട് എന്ന് മറക്കുന്നില്ല. എങ്കിലും ഡിക്കോക്കിന് തന്നെയായിരിക്കും ഫസ്റ്റ് നിറക്ക് വീഴാൻ സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ രോഹിത് ശർമ്മയും ഡിക്കോക്കും ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അടുത്തായിട്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കാം, അല്ലെങ്കിൽ തിലക് വർമ്മ. ഇവർ രണ്ടുപേർക്കും സാധ്യതയുണ്ട്. അഞ്ചാമതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു മികച്ച ഓൾറൗണ്ടറാണ്. അതുപോലെ തന്നെ വിൽ ജാക്സ് ഉണ്ട്, മിച്ചൽ സാന്നർ, അതുപോലെ തന്നെ നമൻ ദഹർ, അതുപോലെ തന്നെ നമ്മുടെ ദീപക് ചഹർ, ട്രെൻറ്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ. ഇങ്ങനെയായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു, അതായത് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള ഏറ്റവും അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു പ്ലെയറിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലെയേഴ്സ് ബാക്കിയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കോർവിൻ വാഷ് എന്ന് പറഞ്ഞ പ്ലെയറുണ്ട്, റിയാൻ റിക്കട്ടനുണ്ട്, ഷാർദുൽ ഠാക്കൂർ, അശ്വിനി കുമാർ, നമ്മുടെ മാർക്കണ്ഡെ, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ ബെഞ്ചിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഒരു പ്ലെയറിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഫോം ഔട്ട് ആവുകയോ പരിക്ക് പറ്റുകയോ ചെയ്താൽ പോലും നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ബെഞ്ച് മുംബൈക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുംബൈക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അവരുടെ ഒരു ചെറിയ വീക്ക്നെസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, രോഹിത് ശർമ്മ നമുക്കറിയാം IPL അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്ന് ടെസ്റ്റും T20 ഒക്കെ വിരമിച്ച ആളാണ്. ഈ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത്, പിന്നെ IPL മാത്രമാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പം ക്രിക്കറ്റിലേക്ക് വന്നിട്ട് കുറേ നാളായി എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫോം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ നമുക്ക് കളി കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ക്വിൻ്റൻ ഡി കോക്ക് നമുക്കറിയാം, ലോകകപ്പിൽ അത്ര മികച്ച പ്രകടനങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും കാഴ്ചവെക്കാത്തൊരു പ്ലെയറാണ്. വളരെ ചെറിയ മത്സരങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുക. അതിലും ഫോമുള്ള റിയാൻ റിക്കട്ടനാണ്. പിന്നെ സൂര്യകുമാർ യാദവ് നമുക്കറിയാം, ഇന്ത്യ T20 ക്യാപ്റ്റനാണ്, നമുക്ക് കപ്പ് നേടുത്തുന്ന ക്യാപ്റ്റനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല പ്രതാപത്തിലേക്ക് ഉയരുവാനായിട്ട് സൂര്യകുമാർ യാദവിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, T20 വേൾഡ് കപ്പിൽ അമേരിക്കയ്ക്കെതിരെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ശേഷം എല്ലാ മത്സരങ്ങളിലും ഒരു സ്ഥിരത നിലനിർത്തുവാനായിട്ട് സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദീപക് ചഹർ നമുക്കറിയാം, നല്ല മികച്ചൊരു പ്ലെയറാണ്, ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ബാറ്റൊക്കെ ചെയ്യുന്ന ഒരാളുമാണ്, നന്നായിട്ട് ബോളിംഗ് ചെയ്യും. പക്ഷേ അദ്ദേഹം കുറേ നാളായിട്ട് ഇപ്പം ക്രിക്കറ്റിലൊന്നും അധികം ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബോൾ ചെയ്യാൻ സാധിക്കുമോ? കാരണം ജസ്പ്രീത് ബുംറയൊക്കെ ടീമിലുള്ളത് കൊണ്ട് തന്നെ ഓപ്പോണൻറ്റ് ബാറ്റ്സ്മാൻമാരെ ഈ ചഹറിനെ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇതൊക്കെയാണ് അവരുടെ വീക്ക്നെസ് പറയുന്നത്. ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ജസ്പ്രീത് ബുംറ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ബുംറ തന്നെയാണ്. നമുക്കറിയാം, ബുംറയ്ക്ക് എവിടെ വേണമെങ്കിലും ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബോളിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ട്രെൻറ്റ് ബോൾട്ടും ദീപക് ചഹറും ഉണ്ട്, അത് ഹാർദിക് പാണ്ഡ്യ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ ഇപ്പോൾ ബുംറ എറിഞ്ഞില്ലേ പോലും മിഡിൽ ഓവറിലോ അല്ലെങ്കിൽ ഡെത്ത് ഓവറിലേക്ക് മാത്രമായിട്ട് ബുംറേനെ മാറ്റി വെക്കാൻ സാധിക്കും. പവർ പ്ലേയിൽ അടി കിട്ടുമെന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുംറയ്ക്ക് ഒരു ഓവർ കൊടുക്കുക. അങ്ങനെ ബുംറേനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു നേട്ടം മുംബൈക്കുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഈ തവണത്തെ കപ്പ് മുംബൈ നേടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളൊരു മുംബൈ ഫാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ടീം, ഒരു ഫേവറേറ്റ് ടീം നേടണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ സാധ്യതാ ബേസിൽ നോക്കുമ്പോൾ മുംബൈ നേടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ വരാം.